Good morning, guys. ഇന്നാണ് കൊടൈക്കനാലിലെ ഞങ്ങളുടെ അവസാനത്തെ ദിവസം. രാവിലെ എണീച്ച ഉടനെ തന്നെ റെഡിയായി ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പോയി. ഞങ്ങൾക്ക് അവിടെ കോംപ്ലിമെന്ററി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ഫുഡായിരുന്നു. കൊടൈക്കനാലിലെ 2 സ്റ്റേയും നമുക്ക് വളരെ മനോഹരമായ അനുഭവമാണ് തന്നത്. പ്രകൃതിയോട് വളരെ ഇണങ്ങിച്ചേരുന്ന സ്ഥലമാണ് ഞങ്ങൾ 2 ദിവസവും ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത്യാവശ്യം വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള നല്ലൊരു റിസോർട്ടായിരുന്നു ഗ്രീൻ പാസ്റ്റേഴ്സ്. ഓർമ്മകളിൽ സൂക്ഷിക്കാനായി അവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുത്തിട്ട് ഞങ്ങൾ അവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. കൊടൈക്കനാലിലെ അവസാനത്തെ ദിവസം ഞങ്ങൾ അവിടുത്തെ ഫേമസ് ഡെസ്റ്റിനേഷൻസ് കവർ ചെയ്യാനാണ് തീരുമാനിച്ചത്. ആദ്യം ഞങ്ങൾ പോയത് കോക്കേഴ്സ് വാക്കിലേക്കാണ്. കൊടൈക്കനാലിലെ ഏറ്റവും പ്രശസ്തമായ വ്യൂ പോയിന്റുകളിൽ ഒന്നാണ് കോക്കേഴ്സ് വാക്ക്. കൊടൈക്കനാലിലെ ബസ് സ്റ്റാൻഡിൽ നിന്നും ഏകദേശം 1 കിലോമീറ്റർ ദൂരത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. മലഞ്ചെരുവിന്റെ അരികിലൂടെ നിർമ്മിച്ച മനോഹരമായ നടപ്പാതയാണ് ഈ കാണുന്നത്. ഇതിലൂടെ നടക്കുമ്പോൾ മനോഹരമായ താഴ്വരകളും മലനിരകളും നമുക്ക് കാണാൻ പറ്റും. മൂടൽമഞ്ഞ് മനോഹരമാണെങ്കിലും പലപ്പോഴും ഈ കാഴ്ചകൾ മറയ്ക്കുന്നത് മൂടൽമഞ്ഞാണ്. ഞങ്ങൾ പോയപ്പോൾ അത്യാവശ്യം നല്ല മൂടൽമഞ്ഞുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഗുണ കേവിലേക്ക് വിട്ടു. കൊടൈക്കനാലിൽ വന്നിട്ട് എങ്ങനെയാണ് ഗുണ കേവ് മിസ്സാക്കുക? ഇതേപോലെ ചിന്തിച്ച ഒരുപാട് പേർ ഒരേ സമയത്ത് വന്നാൽ ദേ ഇങ്ങനെ ഇരിക്കും. ഗുണ കേവിലേക്കുള്ള വഴി 1 വേ ആണ്. വെറും 6 കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാനായിട്ട് ഞങ്ങൾക്ക് 6 മണിക്കൂർ വേണ്ടി വന്നു. കഷ്ടിച്ച് വണ്ടി പാർക്ക് ചെയ്തിട്ട് ആദ്യം ഞങ്ങൾ പില്ലാർ റോക്ക് കാണാൻ പോയി. അവിടെയും മൂടൽമഞ്ഞ് ഞങ്ങൾക്ക് വില്ലനായി. അവിടെ നിന്ന് നടന്നാണ് ഞങ്ങൾ ഗുണ കേവിലേക്ക് പോയത്. കൊടൈക്കനാലിലെ ഏറ്റവും വിചിത്രവും രഹസ്യവുമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗുണ കേവ്. ഡെവിൾസ് കിച്ചൺ എന്നാണ് ഗുണ കേവിനെ അറിയപ്പെടുന്നത്. ഇത് പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. മഞ്ഞുമൽ ബോയ്സ് കണ്ടതോടുകൂടി എല്ലാവർക്കും ഗുണ കേവിനെ പറ്റി അറിയാം. മഞ്ഞുമൽ ബോയ്സ് എത്രത്തോളം ഗുണ കേവിനെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ദേ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും തിരക്കായിരുന്നു. പിന്നെ കുട്ടേട്ടാന്നുള്ള വിളിയും ആ തിരക്കിനിടയിൽ അതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, അങ്ങനെ കഷ്ടിച്ച് അവിടെ നിന്ന് ഇറങ്ങി. ഞങ്ങളുടെ എല്ലാ പ്ലാനുകളും അതോടെ ഫ്ലോപ്പായി. പിന്നെ ഞങ്ങൾ നേരെ വന്ന കൊടൈക്കനാലിലോട്ടാണ്. ഇവിടെ വന്നിട്ട് എങ്ങനെയാ ഹോട്ട് ചോക്ലേറ്റ് കുടിക്കാതെ പോവാ, അതും ചോക്ലേറ്റ് ലവറായ ഞാൻ. എന്നിട്ട് ഞങ്ങൾ നേരെ ലേക്ക് സൈഡിൽ പോയി വീട്ടുകാർക്കും വേണ്ടപ്പെട്ടവർക്കുമായി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. 4 മണിക്ക് കൊടൈക്കനാലിൽ നിന്ന് തിരിക്കണം എന്ന് വിചാരിച്ചാൽ ഞങ്ങൾ ഇറങ്ങിയത് 6 മണിക്കാണ്. അങ്ങനെ കൊടൈക്കനാൽ യാത്രയ്ക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. തിരിച്ച് ഞങ്ങൾ കമ്പം തേനി റൂട്ട് വഴിയാണ് വന്നത്. ഒരുപാട് ആഗ്രഹിച്ച് വന്ന വഴിയാണ്, പക്ഷെ എന്ത് ചെയ്യാനാണ്, രാത്രിയായിപ്പോയി. മനോഹരമായ കാഴ്ചകളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. ഇനി ഒരു 350 കിലോമീറ്റർ കൂടിയുണ്ട് ഞങ്ങൾക്ക് വീടെത്താൻ. അങ്ങനെ നമ്മളുടെ ഡെസ്റ്റിനേഷൻ എത്തി, വീടെത്തി. രാത്രി ഒരുപാട് വണ്ടി ഓടിച്ച്. അങ്ങനെ നമ്മളുടെ യാത്രയിൽ പങ്കായ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ വ്ളോഗ് നിർത്തുകയാണ്. ഇതിലെ തെറ്റുകുറ്റങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ശരിയാക്കാനായിട്ട് നിങ്ങൾ കൂടെ തന്നെ ഉണ്ടാവണം. അപ്പോൾ ശരി.